ഹായ് ഗായ്സ്, വി ആർ ലോറ്റ് മൺസറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എന്താണ് ജാനക്കുട്ടി പരിപാടി? ഇനി നമ്മൾ ഡാൻസ് കളിക്കാൻ പോയതാട്ടാ. എന്നിട്ട് നമ്മള് ഡാൻസ് കളിച്ചത് സൂപ്പർ ആയോ എല്ലാവർക്കും? നിങ്ങളെല്ലാരും പറയാനാട്ടോ സൂപ്പർ ആയിരുന്നോന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻസ് ഡേവിസിട്ട് വരുന്നില്ല. ജാനിക്കുട്ടി പിന്നെ അതിലോട്ടൊക്കെ അങ്ങ് ആയി വരുന്നതേ ഉള്ളൂ. അവളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അവൾ എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടെ റീൽസ് എടുക്കണം. കുറേ ദിവസമായിട്ട് എന്നെ കൊണ്ട് കാണിച്ചിട്ട് പറയാം, അമ്മ നമുക്ക് ഒരുമിച്ച് ഒരേപോണക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് റീൽസ് എടുക്കണമെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാനേ. അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്, പുള്ളിക്കാട്ടിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുക്കി കെട്ടി റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്ന് പറയണേ. ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ. അച്ഛന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായി. കാര്യം ഡാൻസിന്റെ അറിയില്ലാത്ത ആളാണ്. പക്ഷെ എന്നോട് കുറെ പേര് ഈയിടെ ഞാൻ റീൽസ് ഒക്കെ ഇട്ടപ്പോ എന്നോട് പറഞ്ഞു, ഈ പാട്ടിനാണ് ഇട്ടപ്പോ പറഞ്ഞു, അമ്മു ഓക്കെ വരുന്നുണ്ട്, അമ്മു ഇനിയും കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ ഒരു പ്രചോദനമായി, ഗൈസ് ഇനിയും കളിക്കണം എന്നൊക്കെ. അപ്പൊ ജാനിക്കുട്ടിയുടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. അപ്പൊ ജാനിക്കുട്ടിക്ക് ആന്റി ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത് ചേരത്തില്ലാത്തോണ്ട് ഞങ്ങൾ പുറകില് ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പാവാട ഇച്ചിരി ലൂസാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സൂചി കുത്താൻ നോക്കിട്ട് കേറുന്നില്ല, കുത്തി വെച്ചു ഗൈസ്. അപ്പം ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ആയിരുന്നു എത്ര നേരം, ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇനി ഇപ്പത്തെ നമ്മുടെ വിശേഷങ്ങളിലോട്ടും വീഡിയോയിലോട്ടൊക്കെ നമുക്ക് പോവാം. അപ്പൊ നേരെ എല്ലാവരും നമ്മുടെ വീഡിയോയിലോട്ട് പോരട്ടെ. ഒരാള് ചമ്മി ഞാറി നിക്കാണ് കേട്ടോ. മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കള്ളച്ചിരി ആണെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ജാനിക്കുട്ടി എന്തെങ്കിലും കാര്യത്തിന് ചമ്മി നിൽക്കായിരിക്കും. അതെ, ഇങ്ങനെ വന്ന് ഫോൺ പൊത്തിയപ്പോ എന്റെ കയ്യിൽ നിന്ന് ഫോൺ പോയി. അപ്പൊ ഐഫോൺ ആയതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് താഴെ വീണില്ല, ചെറിയ പേടി തോന്നി. എനിക്കും പേടി തോന്നി. എന്റെ കിഡ്നിന്ന് അച്ചു ഉടുപ്പിലാണ് നിക്ക. അച്ചു വീഡിയോ എടുക്കാൻ വന്നില്ലല്ലോ, മനപ്പൂർവ്വം കൊച്ചു ഫോൺ തട്ടി കളഞ്ഞതാ. കൊച്ചിന് ദേഷ്യം വന്നിട്ടല്ലേ, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാട്ടോ. ഇതിന്റെ മുഖം ഏതാ? എക്സ്ക്യൂസ് മീ, ആഭരണം എടുക്കാൻ ഞാൻ കൂടി പോകണ്ടേ? വേണ്ട. അതെന്താ ഞാൻ പോയാല്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ ഞാൻ പോയാല്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഉന്നെ കൊന്ന് ഒരു രക്തത്തെ കുടിച്ച് ഓങ്കാരം നടത്തുവേ ഗംഗേ. ഗംഗയുടെ മുഖം അടിക്കും. എന്റെ ലുക്ക് മതി നകലേട്ടാ. കോമഡി ആയേട്ടാ. അയ്യോ ദൈവമേ. ഹലോ, ഇതൊന്നും മടക്കി വെക്കാൻ സഹായിക്കണം കേട്ടോ. ഇതെന്താ സംഭവം? ഇവിടെയാണ് ഒരു തുറപ്പനുണ്ട്. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. എന്ത് ഞാൻ പേടിച്ചു പോയത്തിട്ട് പട്ടാരാന്ന് വിചാരിച്ചു. വണ്ടിയില്ലാന്ന് നമ്മുടെ കാർ പോച്ച് നമ്മളിവിടെ ഇല്ലാത്തപ്പോ മാത്രമേ അങ്ങനെ കിടക്കാറുള്ളൂ. ജാനിക്കുട്ടി വണ്ടി എന്ത്? വണ്ടി കൊടുത്തു വെച്ച കൊടുത്തു. നമുക്ക് വേണ്ടല്ലോ. അതെ, ചോദ്യം വരും. താനോ ഓടിക്കാൻ മാത്രമൊക്കെ വളർന്നോ? ഇത് 8ാം ക്ലാസ് ഒക്കെ നമുക്ക് അതിൽ കൈ വെക്കും. ഇപ്പോഴേ 2 വീലറൊക്കെ അച്ഛന്റെ മടിയിരുന്ന് പതുക്കെ പിടിച്ച് പോകും കേട്ടോ. ആള് ഓടിപ്പിക്കുന്നില്ല കേട്ടോ, അതോർത്ത് പേടിക്കൊന്നും വേണ്ട. അതൊക്കെ ലൈസൻസ് കിട്ടിയതിനു ശേഷം മാത്രം. ഇവര് വലുതാണ വരെയുള്ളൂ ദൈവമേ നമുക്കൊക്കെ വണ്ടി ഓടിക്കേണ്ട ഒരു കാര്യം. അത് കഴിഞ്ഞ് ഇവര് കൊണ്ടുപോകും. അച്ഛൻ ബാക്കിലിരിക്കും, ഞാൻ ഓടിച്ചോളാന്ന് പറയും. അച്ഛൻ ബാക്കിലെ എന്റെ വണ്ടി ഞാൻ ഓടിക്കും, നീ വേണമെങ്കിൽ നീ വേറെ വണ്ടി ഓടിച്ചോ. അത് ഓടിച്ചാൽ ഇപ്പൊ തൽക്കാലത്തിന് അത് കാണാനില്ലല്ലോ. അതാ സൈഡിലുണ്ട്, അത് കഴുകി എടുക്കണം. മഴയത്ത് ഇച്ചിരി ചെളിയൊക്കെ കുറെ പരിപാടികളുണ്ട് കേട്ടോ. ഒന്ന് മാളയ്ക്ക് പോണം. കാര്യം വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ വൈകുന്നേരം എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നു. വൈകുന്നേരം ഒരു കളി ഉണ്ടായിരുന്നു. ഇന്നലെ അല്ല, പിന്നെ ഞാൻ വൈകുന്നേരം കളി ഉണ്ടായിരുന്നു. 9:30 കളി സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സി കേരളത്തിൽ കാണിച്ചില്ല കേട്ടോ.
അച്ഛൻ ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്താ ഒന്നും നടക്കണില്ല. കളി കാണാൻ പറ്റില്ലേ. ലാസ്റ്റ് അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഭയങ്കര പരാതിയായിരുന്നു. എടാ എനിക്ക് സാധനം കിട്ടില്ല, വേഗം വെച്ചാൽ അച്ഛൻ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചോണ്ടിരിക്കുക. അതേ കളി തുടങ്ങി 1 ഗോളായി 2 ഗോളായി. അച്ഛൻ ദേഷ്യപ്പെടുന്ന ഞാൻ അങ്ങനെ അപൂർവം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നെ പറയാത്തതൊന്നുമില്ല. അപ്പൊ അച്ഛൻ ഇന്ന് വന്നിട്ട് പറഞ്ഞിട്ട് പോയത് ഇതാണ്, ഈ ഒരു കാര്യം. അതായത് ഞാൻ വന്നിട്ട് ഞാൻ ആ കേബിൾ എടുക്കാൻ വേണ്ടി പോണോ അതോ നീ പോയി എടുക്കോ എന്ന് ചോദിച്ചു. ഞാൻ പൊക്കോളാം, ചാച്ചൻ മേടിക്കുന്നത് ഞാൻ പൊക്കോളാം. ഇന്നലെ എന്നോട് പറഞ്ഞാണോ. ഇന്നലെ പക്ഷെ ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ പോയി, പിന്നെ വന്ന് കുറെ ടൈം എടുത്തു. അതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ആള് പറഞ്ഞു നീ എടുക്കോ അതോ ഞാൻ വന്നിട്ട് ഫോണോ എടുക്കാനായിട്ട്. അതില് വെച്ച് വീട് ഞാൻ പോയി. പിന്നെ അതേപോലെ തന്നെ അതുപോലെ നമുക്ക് വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട് കേട്ടോ. എല്ലാ പണികളും ഒന്ന് ചെയ്ത് ക്ലിയർ ആക്കണം. കാര്യം വണ്ടിയുടെ ഹാൻഡില് ഇളകിയിരിക്കുന്നുണ്ട്, ബ്രേക്ക് ഇത്തിരി കുറവുണ്ട്. ഞാനായിട്ടാണ് ഗൈസ് അത് കൊണ്ടു നടക്കുന്നത്. ബ്രേക്ക് ഇത്തിരി കുറവുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ ഒരെണ്ണം കത്തണില്ല, നല്ലൊരു ലൈറ്റ് കത്തണില്ല. അടിപൊളി മെക്കാനിക് ഉള്ള വീടാണ് ഇത്. ദാ നിക്കുന്നു. പക്ഷെ വണ്ടിക്ക് കംപ്ലൈന്റാ. അപ്പൊ ഞാൻ അതിന് തിരിഞ്ഞു നോക്കാത്ത പറഞ്ഞോണ്ടല്ല, സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാത്തത്. അപ്പൊ ഇന്ന് അതൊക്കെ ചെയ്യണം. ചില്ലറ ബൾബുകളൊക്കെ മേടിക്കാനുണ്ട്. ബാക്ക് ലൈറ്റിലെ ബൾബ്, ഫ്രണ്ട് ബൾബ്. ഏകദേശം കൂടി പോയ ഒരു 10-200 രൂപ താഴെ നിൽക്കുള്ളൂ. പിന്നെ അതിന്റെ ഓയിൽ ഒന്ന് മാറ്റിയേക്കാം. 15,000 രൂപയുടെ പണിതിറക്കിയതാണ്. ഓയിൽ നമ്മൾ ഇല്ലാണ്ട് ഓടിച്ചിട്ടാണ് വണ്ടിക്ക് അത്ര വലിയ പണി വന്നത്. ഓയിലും കൂടി ഒന്ന് മാറിയേക്കാം, അതൊരു പ്രശ്നം വേണ്ട. അപ്പൊ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിട്ടൊക്കെ പോവാൻ വേണ്ടി നിക്കാണ്. അപ്പൊ അതാണ് വീട്ടില് കുത്തിരിക്കാനുള്ള ഗ്യാപ്പില്ല കേട്ടോ. വർക്ക് അത് കഴിഞ്ഞാൽ വീട്ടിലെ വേറെ കാര്യങ്ങൾ. തിങ്കളാഴ്ച ഞാൻ കാലത്ത് മോർണിംഗിൽ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോ അമ്മൂനെ ആയിരിക്കാം എനിക്ക് വണ്ടി എടുക്കാൻ വിടേണ്ടത്, അറിയില്ല. കാറോ എന്തെങ്കിലും ചെയ്യണം. തിങ്കളാഴ്ച മോർണിംഗ് ആണ് വർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗായ്സ് നമ്മുടെ റംബൂട്ടാൻ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതേ കൂടെയാണ് കഴിഞ്ഞ ദിവസം പാമ്പ് പോയത്, അത് ഓർമ്മയുള്ള നല്ലതാണ്. എടാ ശരിക്കും പഴുക്കട്ടാ, ചുമല കളർ ആവട്ടെ. ഒരു സമാധാനം ഈ വിച്ച് ഈ റംബൂട്ടാൻ കൊടുത്തിട്ടില്ല ഗൈസ്. അത് പഴുക്കുന്നതിന് മുമ്പ് അത് വലിച്ചു പറിച്ചെടുക്കും. സാധനത്തിനെ കൊണ്ട് എന്താ ഗൈസ് ചെയ്യണ്ടേ? ആ പാമ്പ് കഴിഞ്ഞ ദിവസം തലയിൽ കൂടെ ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. അതോടുകൂടി ഇങ്ങോട്ടേക്കുള്ള വരവ് വെച്ചുകൊണ്ട് നിന്നേനെ. എന്താ കണ്ട അത് കാണിച്ച്, അത് കളർ വെച്ച് വരുന്നതേ ഉള്ളു ഗൈസ്. നോക്ക് നിങ്ങൾ. നമ്മുടെ കുഞ്ഞ മരത്തേലുണ്ടായതാണേ, പൊട്ടിക്കിട്ട് ഞാൻ അങ്ങനെ ഒരു ക്ഷമയില്ലല്ലോ അച്ഛൻ നിനക്ക്. ചിലപ്പോ ഇത് കിട്ടിന്ന് വരില്ല. എന്താ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാ കാര്യം കിളികളൊക്കെ സ്കെച്ച് ചെയ്തിട്ടാണ് പോയേക്കണേ. അവിടെ കൊലകള് പഴുത്ത് നടന്നിട്ട് ആർക്കും വേണ്ടാണ്ട് തത്തമ്മ ഇന്നും മറ്റേ കഴുത്തെ കൂടെ വരെയുള്ള തത്തമ്മ ഇല്ലേ, അതൊന്നും തിന്നിട്ട് എന്നെ ഭംഗിയൊന്നറിയാണ്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് തത്തയുടെ. കുഴി പോലും തരില്ല. ഹൈബ്രിഡ് ഹൈബ്രിഡ് ഞാൻ കാണിച്ചു തരാം. അടുത്ത കൊല്ലം നമുക്ക് ഇതിൽ അത്യാവശ്യം ഉണ്ടാവും അല്ലേ? പിന്നെ നമ്മുടെ അവിടത്തെ പോലെ അവിടത്തെ ഉണ്ടെങ്കിൽ ഇപ്പൊ പഴുത്ത് തുടങ്ങിയാനെ. അവിടെ ഫസ്റ്റ് പിടിച്ചേ വരിക്കറമ്പൂട്ടൻ. ഒരു കഷ്ണം ചൂനൊക്കെ എടുത്തിരുന്നു. ഇവിടെ എവിടെയാണ്ടൊക്കെ മരം വെട്ടി നടക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടാ. നമുക്ക് കിടന്നുറങ്ങാൻ ഒരു സമ്മതിക്കില്ല. പകലെങ്ങാനും കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഓടാൻ തോന്നും സൗണ്ട് കാരണം. ചൂന നല്ല മധുരാണ് കേട്ടോ. കരിക്കില്ല, അത് തന്നെ നല്ല മധുരമില്ലേ? ഇത് ഇപ്പൊ ഇത്ര മധുരം ഉണ്ടെങ്കിൽ പഴുത്ത് ശരിക്കും പഴുത്ത് എന്ത് മധുരം ആയിരിക്കും അല്ലേ? അരെ വാ, സൂപ്പർ സാധനം. ജാനിക്കുട്ടി ഇപ്പൊ വരും, പാഞ്ഞു വരും. റംബൂട്ടാന്ന് കേട്ട ആൾക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടാ. ആ ചിരിയും തിന്നോക്കേ. നമ്മുടെ റംബൂട്ടാൻ നല്ലതാണെന്ന് പറഞ്ഞേ. ചതി ചതി പോയി. രാവിലെ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ വീട്ടില്. വിളിക്കാത്ത അതിഥികൾ, ക്ഷണിക്കാത്ത അതിഥികൾ. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഓടിപ്പിക്കണതാ സ്പ്രേയില്. നമ്മുടെ വീട്ടില് റംബൂട്ടാൻ മരം ഉണ്ടെങ്കിലും ആർക്കും വേണ്ട കേട്ടോ. അത് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. ആർക്കും വേണ്ടാണ്ട് ഇട്ടേക്കുന്നതിന്റെ കാര്യം വേറൊന്നും അല്ല, അത് പറിക്കാനായിട്ട് ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ തോട്ടിയും ഇല്ല കോണിയും ഇല്ല. പെരയുടെ മുകളിലോട്ട് കയറാനുള്ള കോണി നമ്മളൊരു 1-2 വർഷം മുമ്പ് പൊളിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. അത് കുറച്ച് കേടുപാട് പറ്റിയിരിക്കുകയായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പൊളിച്ച് കളഞ്ഞത്. ഇപ്പം അതൊരു തൊല്ലയായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റംബൂട്ടാൻ അങ്ങനെ നിന്ന് പഴുത്ത് അണ്ണാരക്കണ്ണനും അതുകൊണ്ട് തത്തമ്മയൊക്കെ വന്ന് കൊണ്ടുപോകുക കേട്ടോ.
അപ്പോൾ ഇന്ന് രണ്ടെണ്ണമെങ്കിലും പറിച്ച് തിന്നണം. പഴുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പറിച്ചിട്ടേ ഇല്ല. അപ്പോൾ രണ്ടെണ്ണമെങ്കിലും പറിക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വിച്ചുവിൻ്റെ ആഗ്രഹപ്രകാരം, വിച്ചുവിൻ്റെ വാശിപ്രകാരം ഞാൻ തോളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കോമഡി ആയിരുന്നു ഗൈസ്. കാര്യം കയറി കഴിഞ്ഞിട്ട് എനിക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ല എന്ന് വിച്ചു പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ചിരി വന്നിട്ട് മേളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളിൽ ചിലവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മു നല്ല നല്ല ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് എടുക്കാൻ ചെല്ലുന്ന വരെ ഓക്കെയാണ്. പിന്നെ ഞാൻ ചിരിക്കും ഗൈസ്. ചിരിച്ച് ആ വീഡിയോ ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ കഴിവതും ഇടാത്തത്. ഞാൻ ഇങ്ങനെ ഇരുന്ന് പൊട്ടന്മാരെ പോകണമൊക്കെ ചിരിക്കുന്ന കാണുമ്പോൾ വിച്ചുവിന് ദേഷ്യം വരും. അപ്പോൾ വിച്ചു എനിക്ക് പോകും. ഇത് തന്നെ പരിപാടി. അങ്ങനെ പറ്റുന്ന ഓണക്ക് കൈ എത്തിച്ച് ഒരു 2-3 ഞാനൊക്കെ പറിച്ചു. പിന്നെയും ഞാൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇറങ്ങി പൊക്കോണെന്ന് പറഞ്ഞിട്ട് വിച്ചു ദേഷ്യം വന്നിട്ട് എന്നെ ഇറക്കി വിടുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഭാഗ്യം കൊണ്ട് വീണ് ചത്തില്ല കേട്ടോ. ഞാൻ പിന്നെ വിച്ചുവിനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. എനിക്കാണ് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വെറുതെ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നേ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വിച്ചു നിന്നാട് ചോദിച്ചപ്പോൾ എന്തോ നേരെ നിൽക്കാൻ വരുന്നില്ല അത്ര. ഇങ്ങനെ നിന്ന് ആടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ റംബൂട്ടാനൊക്കെ കിട്ടിയ വടിയെടുത്ത് കഴിച്ചു. വലിയ പഴുത്തൊന്നും ആയിരുന്നില്ല കേട്ടോ നമുക്ക് കിട്ടിയിരുന്നത്. എന്നാലും കുഴപ്പമില്ലായിരുന്നേ. പഴുത്തൊക്കെ അങ്ങ് മേളിലാണ് കേട്ടോ. എന്തായാലും ഇന്ന് വൈകിട്ട് എങ്ങനെയെങ്കിലും അത് പൊട്ടിക്കണം എന്നുള്ള തീരുമാനമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വെറുതെ കളയാൻ പാടില്ലല്ലോ. ചിരി ചിരി വന്നിട്ട് പോകണ്ടല്ല കാര്യം. വിച്ചുവിന്റെ അവസ്ഥ കണ്ടിട്ട് കേട്ടോ. അയ്യോ ഇതൊന്നും വെയിറ്റ് അല്ല മോളെ. പക്ഷെ എന്നാലും മുകളിലിരിക്കുന്ന ആള് ഒരു സപ്പോർട്ട് വേണ്ടേ? എനിക്ക് ചിരി വരും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ. ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. വിച്ചെന്നെ എന്താ പറയാ ടോർച്ചർ ചെയ്ത് കയറ്റിയതാണ്. അപ്പൊ നമ്മുടെ റംബൂട്ടാൻ ഇങ്ങനെ നോക്കാനുള്ള ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. പൊട്ടിക്കാം, വൈകുന്നേരം പൊട്ടിക്കാം. നമുക്ക് വൈകിട്ട് പൊട്ടിക്കാം. വൈകിട്ട് നമുക്ക് അപ്പുറത്ത് കോണി എടുത്തിട്ട് വന്നിട്ട് കയറാം. കുറെ കൊലയുണ്ട്. ഒരു 7-10 കൊലയുണ്ട്. നല്ല പഴുത്ത് നോക്കി. ഇതൊക്കെ പഴുത്ത് കരിയാൻ തുടങ്ങി. നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച കണക്കല്ല കേട്ടോ. ഞാൻ വിചാരിച്ച അപ്പടി പുളിയായിരിക്കും വിചാരിച്ചു. പക്ഷെ അല്ല, പുളിയുണ്ട്, ചെറിയ ഉണ്ട്. എന്നാലും എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. കരഞ്ഞിട്ടേ കണ്ണൊക്കെ വേണം എടുക്കുന്നു. ചിരിച്ചിരിച്ചു കരഞ്ഞു ഉണ്ടോ. പിന്നെ ഫ്ലഷ് ഭയങ്കര കുറവാണേ. പക്ഷെ എന്നാലും മറ്റേ റംബൂട്ടാനേക്കാളും ടേസ്റ്റ് ഇതിനാണ്. ഒട്ടിയിരിക്കും, നമുക്ക് കിട്ടില്ല. സൂപ്പറാട്ടോ. പുളിയുണ്ട്, കുഴപ്പമില്ലാത്ത പുളിയാ. പക്ഷെ നല്ല മധുരം. നല്ല പഴുത്തേനൊക്കെ നല്ല മധുര. അതൊക്കെ നല്ല മധുരമായിരിക്കും. അണ്ണാങ്കുഞ്ഞി കയറി പോണു മുള്ളു. നമുക്ക് ഈ റംബൂട്ടാനും ഈ ലാങ്കി ഉള്ളതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ജാതിക്കായ എവിടുന്നോ ഒക്കെ കൊണ്ടിടും. ഈ പ്രാവ് പോണൊക്കെ തന്നെ വലിയ കിളിയുണ്ട്. അവിടെ ഒരു പ്ലാവിലായിരിക്കണേ. അത് ഇവിടെ വന്നിട്ട് ഇതിന്റെ കാ തിന്നാൻ വേണ്ടി വരും. അപ്പൊ അത് എവിടെന്നെങ്കിലും ജാതിക്കായിട്ട് വരും, ജാതിയുടെ കുരുവായിട്ട് വരും. എന്നിട്ട് ഇവിടെ കൊണ്ടിടും. അങ്ങനെ കിട്ടിയ ജാതിക്കായാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കിടപ്പുണ്ട്. അല്ല, അത് റംബൂട്ടാനായിരുന്നു. ഇവിടെയാണ് കിടക്കാറുണ്ടായിരുന്നേ. അങ്ങനെ കിട്ടിയ റംബൂട്ടാനാണ്. അല്ല സോറി, റംബൂട്ടാന് ജാതിക്കായാണ്. ഇത് 1 കിലോ അടുത്തുണ്ടാവും. ഇതൊക്കെ ഇന്നോ ഇന്നലെ കൊണ്ടുവന്നേക്കുന്ന കേട്ടോ. ഇതിന്റെ ഈ സാധനം തിന്നാൻ വേണ്ടിട്ട് ഇതിന്റെ ജാതിപത്രി എന്നല്ല പറയാ, ജാതിപത്രി തിന്നാൻ വേണ്ടി ഐറ്റങ്ങൾ കൊണ്ടുവരുന്നതാ. പക്ഷെ തിന്നാണ്ട് ചിലപ്പോ കയ്യിൽ നിന്ന് പോകുന്നതും. പിന്നെ ഇതെല്ലാം ഐറ്റങ്ങളും തിന്ന് കണ്ടോ, പകുതിയൊക്കെ കടിച്ചിട്ട് ബാക്കി ഇട്ടേക്കുന്നുണ്ടോ. അതിൽ നിന്ന് അങ്ങനെ ഇഷ്ടം പോലെ. ഇതിപ്പോ എത്ര ഉണ്ടാവും? കുറെ ഉണ്ടാവില്ലേ? ഇവിടെ ഇങ്ങനെ ഒരു 3 എണ്ണം വെച്ചെങ്കിലും ഡെയിലി ഞങ്ങൾക്ക് കിട്ടും. ഈ ഒരു മരത്തിന്റെ 3 എണ്ണം കിട്ടും. നമ്മുടെ ഇവിടെ കാട് പിടിച്ച് കിടക്കേണ്ടത് വൃത്തിയില്ല എന്ന് പറഞ്ഞ് കുറെ ടീമുകൾ പറയുന്നുണ്ടായിരുന്നു. അത് വേറെ ഒന്നുകൊണ്ടല്ലോ ക്ലീൻ ആക്കാഞ്ഞത്. ഇവിടെ മത്തങ്ങ അത് വേറെ ഒന്നുകൊണ്ടല്ലേ. ഇതിന്റെ ഉള്ളിൽ എപ്പോഴും ഇതേ ആള് പൊക്കമുള്ളത്. ഇതേ കണ്ട പറമ്പിക്ക് എപ്പോഴും ആള് പോണ വഴി പോലെ ആക്കിയിട്ടേക്ക്. ഇവിടെ നമ്മളെപ്പോഴും ഇറങ്ങി പ്രവർത്തിക്കണതാ. ഇതുമ്മ കണ്ടോ എന്നൊക്കെ മത്തങ്ങ ഉണ്ടാവണ് കണ്ട. അപ്പൊ അതുകൊണ്ട് എങ്ങാനും ഒരു വെട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാ മത്തങ്ങയുടെ കാര്യം തീരുമാനമാവും. അത് നമ്മൾ ക്ലീൻ ചെയ്തു. ഇത് അല്ല, ഒരെണ്ണം ഉണ്ടായി കാണാനേ, നമ്മുടെ വീട്ടിലായി ഒരെണ്ണം ഉണ്ടായി കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ. നമ്മളെപ്പോഴും പെരുമാറുന്ന സ്ഥലം കാണുന്നുണ്ട്. വലിയ പാമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതെ അതെ. നമ്മുടെ അവിടുത്തെ പറമ്പില് പുല്ലുവെട്ടാൻ മെഷീൻ എടുക്കണം. പോയി വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് വെട്ടാം. അവിടെയാണ് കാട്. അത് പോയി ക്ലീൻ ചെയ്യണം കേട്ടോ.
അതിൽ ഞാൻ ടച്ച് ചെയ്തത് കരിഞ്ഞു പോയ മക്കളെ പോവില്ലേ, നല്ലൊരു ചെടി പോവില്ലേ, അതവിടെ കിടക്കട്ടെ. ഇപ്പൊ പാമ്പൊക്കെ കാണാണ്ടായാലും അവിടെ എപ്പോഴും പൂച്ച, നമ്മുടെ വീട്ടിലായാലും പൂച്ചയുണ്ട്, പൂച്ച ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഇല്ലാന്നാണ് അമ്മ പറയുന്നത്. എനിക്കടിച്ചു. ഇഞ്ചിയാണ് കേട്ടോ, വെല്ലിച്ചനും ചേട്ടനും കൂടിയിട്ടുള്ള. ചേട്ടൻ തുടങ്ങി, അവസാനിപ്പിച്ചത് വെല്ലിച്ചൻ. പാവം. എന്നിട്ട് വെല്ലിച്ചൻ പറയണ്ടായിരുന്നു പണിയെടുക്കാൻ ഒരാള്, അവൻ തുടങ്ങാൻ, അവൻ പണിയെടുക്കാൻ വേറൊരാള്. മേളില് കൊലയുണ്ട്, തുമ്പത്ത് കൊലയൊക്കെ ഉണ്ട്. കണ്ട ചെറിയ മരമാണ് കേട്ടോ ഇത്. ഈ സൈഡിൽ നോക്കി നമുക്ക് ഇങ്ങനെ കയ്യെത്തിച്ച് പൊട്ടിക്കാവുന്ന നമുക്ക് തോന്നുന്നു ഈ റംബൂട്ടാൻ. പക്ഷെ ഈ വർഷം വെട്ടണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിപ്പുണ്ട്. ഇവിടെ നിക്കണേ. വല്ലപ്പോഴൊക്കെ ഞാൻ നമ്മുടെ പറമ്പിൽ കൂടെ ഒക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ എന്റെ മുന്നിൽ കാണുന്നതായ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ പൊളിക്കും, അതിനകത്ത് തിന്നും. നിങ്ങൾ തിന്നാറുണ്ടോ പൊളിക്കാത്ത കുരു? കൊടപ്പുളിക്കുരു അല്ലേ ഇത്? നമ്മുടെ മറ്റേ സാധനം പോണക്ക് തന്നെ മാങ്കോസിന് ഇല്ലാത്തൊരു വിഷമിക്കണ്ട, വീട്ടിലൊരു കൊടപ്പുളി മരം വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ എടുക്കുക, പൊട്ടിക്കുക. കണ്ട പണ്ടത്തെ നൊസ്റ്റാൾജിക്കാണ്. അതെ 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 അല്ലേ? ആ ഇത് വെള്ളം കൊടുക്കും. പുളിയായിരിക്കും, ഭയങ്കര പുളിയായി പോയി. നൊസ്റ്റാൾജിക്ക് പിടിക്കാൻ പോയതാ, പുളിച്ച് ചത്തു. ചക്ക ഇടണം കേട്ടോ, ചക്ക അവിടെ നിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ ഒരു വലിയ ചക്ക കിട്ടിയായിരുന്നു. നല്ല ചക്കയായിരുന്നു കേട്ടോ അത്. ഒരു ചക്കയുടെ ഇത് തന്നെ ഇത്ര ഉണ്ട്. അത് വെല്ലുമ്പോ അവിടെ തന്നാണ് നമ്മുടെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ എല്ലാം കഴിഞ്ഞു. അപ്പൊ അവിടെ മരം വെട്ടുണ്ടായിരുന്നു. അവിടെ അപ്പുറത്തെ വീട്ടിൽ മരം വെട്ടി, വലിച്ചെന്റെ വീട്ടില്. അപ്പൊ അവിടുന്ന് വലിയ ഉത്തര ഉണ്ടായിരുന്നല്ലോ ചക്ക. വലിയ ചക്കയായിരുന്നു, വലിയ ചുള തന്നെ ഉണ്ട്. ഒരു നമ്മുടെ ഇത്രയും നീട്ടത്തോളം ഉണ്ട് ഒരു കൈയുടെ. കുറച്ച് അമ്മ ചേച്ചിക്ക് കൊടുത്തു വിട്ടുന്നുണ്ട്. കുറച്ച് കറി വെച്ചു, കുറച്ച് രാവിലത്തേക്ക് അരിഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറേ ഇരുന്ന് അമ്മയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കച്ചോള തന്നെ. ഇങ്ങനെ കുറച്ചുണ്ട്, അത് പഴുപ്പിക്കാൻ കാരണം നമുക്ക് കൂഴച്ചക്കയാണോ വരിക്കച്ചക്കയാണോ എന്നത് അറിയില്ല. പക്ഷെ ആ മരം വെട്ടിപ്പോയി, അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് പുളിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് വെട്ടി വിചാരിച്ചു. അപ്പോൾ ഗൈസ്, എന്നിട്ട് ഇന്നത്തെ വിശേഷം ഇന്ന് ചുമ്മാ പറമ്പ് കാര്യങ്ങൾ, നമ്മുടെ വിശേഷങ്ങൾ, അതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് എനിക്ക് അറിയില്ല. ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൻ ഇടിച്ചു പിടിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.